പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, ഒരിക്കൽ നിനക്ക് വളരെ ഡെസ്പറേറ്റായിട്ട് ആവശ്യമായിരുന്ന ചില സംഗതികൾ നിനക്ക് ലഭിക്കാതെ ഇരുന്നിട്ട് താമസിച്ച് നിനക്ക് കിട്ടിയപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം നിന്നെ എത്ര പെർഫെക്റ്റായിട്ട് സംരക്ഷിച്ചു, സൂക്ഷിച്ചു എന്ന് കണ്ട് നീ അവന് താങ്ക്സ് കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ദൈവം നമ്മുടെ മുമ്പിൽ തരും. പക്ഷേ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് എന്ന് തോന്നുന്ന സംഗതികൾ, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില വെല്ലുവിളികളും ചില അൺഫേവറബിളായിട്ടുള്ള ടേംസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാനൊരു ട്രാപ്പിലായി പോയോ എന്ന്. എന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ട്രാപ്പിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചിട്ടില്ലേ? കർത്താവേ, അതെനിക്ക് തരാതിരുന്നതിനായിട്ട് നന്ദി. കർത്താവേ, ആ സമയത്ത് എനിക്കങ്ങനെ പോകാൻ പറ്റാതിരുന്നതിനായിട്ട് നന്ദി. അങ്ങനെ പറഞ്ഞിട്ടുള്ള എത്രയോ പേരുണ്ട്. എനിക്കറിയാം, എന്നെ കേൾക്കുന്നവരിൽ 90% ദൈവമക്കൾക്ക് അങ്ങനെയുള്ള അനുഭവം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം വരുമ്പോൾ അവർക്ക് തന്നെ ഉറപ്പായിട്ട് അവരുടെ ഹൃദയത്തിൽ ബോധ്യമാകുന്നൊരു സംഗതിയുണ്ട്. സ്വർഗത്തിലെ ദൈവം, നീതിമാനായ ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, എൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്രത്യാശയുള്ള എൻ്റെ ദൈവമാണ് അതങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ദൈവം എപ്പോഴും നമുക്ക് ബെറ്ററായിട്ടുള്ളതേ തരത്തുള്ളൂ കേട്ടോ. ഒരു ജോലിയിലാണെങ്കിൽ റൈറ്റ് ലൊക്കേഷനിൽ അവൻ കൊണ്ടെത്തിക്കും. തന്നെയുമല്ല, ഒരു ഇൻക്രെഡിബിൾ ടീമിനെയും കുഞ്ഞെ ദൈവം നിനക്ക് തരും. ചില ബന്ധങ്ങളിൽ ജീവിതങ്ങൾ വന്നുപെടുമ്പോൾ നമ്മളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആഗ്രഹിക്കും, ഈ ബന്ധം ജയകരമാക്കി തീർക്കണമെന്ന്. നമുക്ക് ചിലപ്പം തോന്നും നമ്മൾ കണ്ടുപിടിച്ചത് റിയൽ സ്നേഹം തന്നെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, സംഗതികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കത്തക്കവണ്ണമുള്ള വിഷയങ്ങളൊക്കെ കടന്നു വരും. ആ കൂട്ടുകെട്ടങ്ങ് വിട്ടേക്കണം. ആ ഫ്രണ്ട്ഷിപ്പ്, ആ റിലേഷൻഷിപ്പ് വേണ്ടാന്നങ്ങ് വെച്ചേക്കണം. ഞാൻ അങ്ങനെ വെച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആത്മീയ സുഹൃത്തുക്കളാണെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് നമ്മൾ ചിലപ്പോൾ ചിലതെല്ലാം ഷെയർ ചെയ്യും. പ്രാർത്ഥനാ വിഷയമായിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്നാൽ ദൈവം നമുക്കൊരു ഡിസേണിങ് സ്പിരിറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിവേചനം വരെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമ്മൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് പറ്റത്തില്ലെന്നറിയാം, നമ്മൾ ഇതിൽ നിന്നങ്ങോട്ട് പിന്മാറുവാണെങ്കിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ തന്നെ പറയും, ഓഹ്, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇത് അനുഗ്രഹമായി പോയല്ലോ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഇടമുറിയാതെയുള്ള സപ്പോർട്ടും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ദൈവം തരും. ചിലപ്പോൾ ചില വിഷയത്തിൽ നമുക്ക് മറുപടി കിട്ടാൻ താമസിക്കും. ഓർത്തോണേ, എ ഡിലേ ഈസ് നോട്ട് എ ഡിനയൽ. ഒരിക്കലും അത് കിട്ടത്തില്ലെന്നല്ല, താമസം വന്നു എന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചില അപകട മേഖലകളെ ആ ദിവ്യമായ ചില തടസ്സം കൊണ്ട് കർത്താവ് മാറ്റുന്ന. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ എല്ലാം നമുക്കങ്ങ് സന്തോഷം കൊണ്ടുവരുന്നതല്ല. ചില വാഗ്ദത്തങ്ങൾ ഒരു ഷീൽഡായിട്ട് നിന്നിട്ട് ചില അനർത്ഥങ്ങളെ നമ്മെ കാണിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും.
Just like a loving mother would never give her child fire to play with, no matter how much they cry. അല്ലേ? അടുപ്പിലിരുന്ന് കത്തുന്ന ഒരു വിറകുള്ളി എടുത്ത് കളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് എത്ര ചോദിച്ചാലും അമ്മ കൊടുക്കുമോ? കൊടുക്കത്തില്ല, കരഞ്ഞോട്ടെ എന്ന് വെക്കും. നമ്മുടെ സ്വർഗീയ പിതാവും ചില സംഗതികളൊക്കെ നമ്മളിൽ നിന്ന് തടഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ നിങ്ങൾ ഓർക്കണമേ. നമ്മുടെ ചില ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരാനുള്ള ചില ബെസ്റ്റുമായിട്ട് ചേർന്ന് പോകത്തില്ല. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാൻ ദൈവം ഓർത്തോണേ, അവൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്മയാണ്. തന്നെയുമല്ല, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ഹാർംഫുള്ളായിട്ടുള്ള ചോയ്സസിനെയും ഒക്കെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറിവാക്യമായിട്ട് എടുത്ത ആ വാക്യം ശരിക്കും പറഞ്ഞാൽ ഒരു പവർഫുൾ പ്രയർ തന്നെ. എന്തുവാ? ലോർഡ് ലെറ്റ് യുവർ വിൽ ബി ഡൺ. പിതാവേ, നിൻ്റെ ഹിതം നിറവേറപ്പെടണമേ. ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചതാണ്, ക്രൂശിനെ അഭിമുഖീകരിക്കണം, കൽവറി യാഗം. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ആ ഒരു സറണ്ടർ ഉണ്ടല്ലോ, ഈ മുഴുവൻ ലോകത്തിനും രക്ഷ കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ we enter into his finished work and begin to experience the greater good he has already prepared for us. അവൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്താലേ അവൻ്റെ പൂർത്തീകരിക്കപ്പെട്ട വേലയിലേക്ക് നാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ നന്മ പ്രാപിച്ചെടുക്കുവാൻ്റെ ഗുണം സാധിക്കും. കുഞ്ഞെ, നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഈ പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ഓ ലോർഡ്. ഹല്ലേലൂയ. കഴിയണം. നിൻ്റെ ഭയം എന്തുവാ? നിൻ്റെ പ്രതീക്ഷ എന്തുവാ? നിൻ്റെ ആഗ്രഹം എന്താ? നിൻ്റെ ജീവിതത്തെ ഒന്ന് ദൈവമുമ്പാകെ സറണ്ടർ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ ഒന്ന് ട്രസ്റ്റ് ചെയ്തേ. എന്നിട്ട് പറയാൻ പറ്റുമോ, കർത്താവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിലെ. തീർച്ചയായിട്ടും ദൈവം തൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരും. ഏതനുഭവങ്ങളിൽ കൂടി പോയാലും അവൻ്റെ ഷാഡോയും അവൻ്റെ ഷെയ്ഡും നമുക്കൊരാശ്വാസമാണ്, നമുക്ക് ഒരു മറവിടമാണ്. സങ്കീർത്തനം 91 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സാം 91 വേഴ്സസ് 1-4. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും നിന്നെ ആശ്രയിക്കുന്നതിൻ്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ആ വിശ്വസ്ത ദൈവം തീർച്ചയായിട്ടും നമ്മെ പരിപാലിക്കും. നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ഹിതം ലോകത്തിൽ ആരും മനസ്സിലാക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഏറ്റവും നല്ലവണ്ണം മനസ്സിലാക്കുന്ന അവന്. ഒരു വാക്യം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 34:7. സാം 34:7 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം ജീവിതത്തിൽ സഹായമയച്ച് സംരക്ഷണം തന്ന് നമ്മെ നടത്തുവാനിടയാകട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൽ
ഏതെല്ലാം നാശകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഒന്ന് വിശ്വസിപ്പാൻ എൻ്റെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തൂവൽ കൊണ്ട് നീ ഞങ്ങളെ മറയ്ക്കുമല്ലോ കർത്താവേ. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുമല്ലോ കർത്താവേ. വിശ്രമദേശത്ത് സൗഖ്യത്തോടെ ക്ഷേമത്തോടെ നീ ഞങ്ങളെ കൊണ്ടെത്തിക്കുമല്ലോ. അതുവരെയും നിൻ്റെ സന്നിധിയിൽ നിന്നോട് ചേർന്ന് വസിപ്പാൻ, നിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ.